വടകരയിൽ UDF പരിഗണിക്കുന്ന വിദ്യാ ബാലകൃഷ്ണനെതിരെ പോസ്റ്ററുകൾ. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് വടകരയിലും പരിസര പ്രദേശങ്ങളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അശ്വിൻ ചേരുന്നു. അശ്വിൻ, എന്താണ് പോസ്റ്ററുകളിലുള്ളത്? ആരായിരിക്കണം പിന്നിൽ? സനീഷ്, ഈ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും മുല്ലപ്പള്ളിക്ക് തന്നെ എതിരെയുമാണ് കുറ്റ്യാടിയിലും നാദാപുരത്തുമൊക്കെയായി സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഏതായാലും വടകരയിലെ സ്ഥാനാർത്ഥി തർക്കവുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്ന് വടകര മണ്ഡലം കൺവെൻഷൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ നേതാക്കൾ ഡൽഹിയിലാണെന്ന ഔദ്യോഗിക വിശദീകരണത്തോടുകൂടി ഇന്നത്തെ കൺവെൻഷൻ മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ ഈ കൺവെൻഷൻ മാറ്റിവെക്കുന്നതിന് പിന്നിലും ഇന്നും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സൂചനയോടുകൂടിയാണ് കൺവെൻഷൻ മാറ്റിവെച്ചതെന്നാണ് വിവരം. ഇതോടുകൂടിയാണ് അണികൾ ഇത്തരത്തിൽ ഒരു പോസ്റ്റർ പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഏതായാലും വടകരയിൽ മുല്ലപ്പള്ളി 2 തവണ മുല്ലപ്പള്ളി ജയിച്ച ഒരു സ്ഥലത്ത് താരതമ്യേന ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പി ജയരാജന് വളരെ എളുപ്പത്തിൽ ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്നൊരു ആരോപണം തന്നെയാണ് ഇത്തരത്തിൽ സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിൽ വന്ന പോസ്റ്ററുകളിൽ നിറയുന്നത്. ഇത് മുല്ലപ്പള്ളിയുടെ വിദ്യ വേണ്ട എന്ന തരത്തിലേക്ക് ഇത് മുല്ലപ്പള്ളിയുടെ തന്നെ ഒരു തീരുമാനമാണ് എന്നുള്ള നിലയ്ക്കും പോസ്റ്ററുകൾ മുല്ലപ്പള്ളിക്കെതിരെ കൂടി തിരിയുന്നുണ്ട് എന്നുകൂടി ശ്രദ്ധിക്കണം ഇക്കാര്യത്തിൽ. ഇത് ഏതായാലും വടകരയിലെ സ്ഥാനാർത്ഥി ചർച്ചകളുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധം അണികൾക്കിടയിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസം വടകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെക്കുന്നത് പോലും ഈ ഒരു ഘട്ടത്തിലായിരുന്നു. ഇത്തരത്തിൽ വിദ്യാബാലകൃഷ്ണന്റെ പേര് പരിഗണിക്കപ്പെട്ടപ്പോൾ തന്നെ വടകരയിലെ പ്രാദേശിക നേതൃത്വം പ്പെട്ട പലരും ഡൽഹിയിലേക്ക് വിളിക്കുകയുണ്ടായിരുന്നു. അത്തരത്തിൽ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ വലിയ എതിർപ്പ് മണ്ഡലത്തിൽ നിന്നുണ്ടാകും എന്നുള്ളൊരു വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ മാറ്റിവെച്ചത്. ശരി, നന്ദി അശ്വിൻ വിവരങ്ങൾക്ക്.